എങ്ങനെയാണ് പ്രതീക്ഷകൾ? ഒരു പ്രഖ്യാപനം ഉണ്ടായാൽ എങ്ങനെയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? കേരളം മൊത്തത്തിൽ ഒരു വമ്പിച്ച ഒരു ആഘോഷം തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ എറണാകുളത്ത് എല്ലാ സീറ്റും UDF ജയിച്ചതിൻ്റെ പേരിൽ ഒരു വലിയ വിജയം ഇവിടെ ആഘോഷിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷേ അത് നമുക്ക് സാധിക്കാത്തൊരു സ്ഥിതിയാണ്. അതായത് കേരളം മൊത്തം ഒരു കല്യാണ വീട്ടിലെ ഒരു മരണ വീട് പോലെയായ സ്ഥിതിയാണ്. പ്രഖ്യാപനം വൈകുന്നത് കൊണ്ടാണ് അത് നമുക്കുള്ളതായിരുന്നു. എല്ലാവരും ആഘോഷിക്കാൻ വേണ്ടി പടക്കവും മറ്റുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് അറേഞ്ച് ആയിട്ട് ഇരിക്കുകയാണ്. ഈ ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പൂർവാധിക ശക്തിയായ രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു ആഘോഷം എറണാകുളം ജില്ലയിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ടാവും. എങ്ങനെയാണ് കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാവും മുഖ്യമന്ത്രി PD സതീശൻ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ മുറിക്കാൻ വേണ്ടി? ഞങ്ങളുടെ ആഗ്രഹം VD സതീശൻ വരണമെന്നാണ്. കഴിഞ്ഞ 5 വർഷം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് UDF നയിച്ചുകൊണ്ട് പോയ ആളാണ് VD സതീശൻ. ഞങ്ങളുടെ അതേ ആഗ്രഹമാണ് VD സതീശൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ഭരണം വളരെയധികം സ്തംഭനാവസ്ഥയായിരുന്നു. എല്ലാവർക്കും ആഗ്രഹം എറണാകുളം ജില്ലയിൽ നിന്ന് മുഖ്യമന്ത്രി വരണമെന്നാണ്. UDF ഭരണത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് VDയുടെ പ്രവർത്തനം മൂലമാണ്. അപ്പോൾ എല്ലാ ജനങ്ങളും ആഗ്രഹിച്ചത് VD മുഖ്യമന്ത്രി ആവണമെന്നാണ്. അതായത് നമ്മൾ താഴെ തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അതിൻ്റെ വ്യാപ്തി മനസ്സിലാവുന്നത്. ഇപ്പോൾ ഒന്നും അറിയാത്ത കുട്ടികൾ വരെ VD എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ആ ഒരു പൾസ് മനസ്സിലാവുന്നത്. എങ്ങനെയാണ് ആഗ്രഹം എന്താണെന്ന് പറയും? ആഗ്രഹം പറയാം. ഈ ജനങ്ങളെ കണ്ടാൽ തന്നെ അറിയാലോ എന്താണ് ആഗ്രഹം എന്നുള്ളത്. ജനങ്ങളാണ് ഇളകിയിരിക്കുന്നത്, സാധാരണ ജനങ്ങൾ. ഞാൻ പുള്ളിനോട് മുമ്പ് പുള്ളി ഒരു പ്രാവശ്യം നിന്നിട്ട് തോറ്റിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. പുള്ളി രണ്ടാമത് നിന്നപ്പോൾ അന്ന് ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയമാണ്. പുള്ളി എന്നോട് പറഞ്ഞു ഞാനാണ് സ്ഥാനാർത്ഥി. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പം അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമോ നമുക്കൊക്കെ വേണ്ടിയിട്ട്? ഞാൻ തോറ്റിട്ടും ഇവിടെ ഉള്ള ആളാണെന്ന് പറഞ്ഞ ആളാണ്. ഗ്രൗണ്ട് ലെവലിൽ കിടന്ന ഈ UDF ഇത്രയും 102 സീറ്റിൽ പുള്ളി പറഞ്ഞ സീറ്റിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അഹോരാത്രം പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ടാണ്. പുള്ളി തന്നെ വരണം നമുക്ക്.